Hello, welcome to market discussion of the day. Today is September 5th, 2025. ഫ്രൈഡേ ആണ്, വീക്കെൻഡ് ആണ്, അത് മാത്രമല്ല ഓണം കൂടെയാണ് അല്ലേ. സോ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സോ ഫാമിലി ആയിട്ട് അടിച്ചു പൊളിക്ക്. കാരണം ഇന്ന് NFP ഡേ ആണ്, നോൺ ഫാം പേറോൾ ഡേ ആണ്. സോ ഇന്ന് നമുക്ക് ട്രേഡിംഗ് ഇതിനകത്തുനിന്ന് മാറി നിൽക്കണം എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ ദിവസവും ഓണവും എല്ലാം ഒരുമിച്ച് വന്നതുകൊണ്ട് ഇന്ന് ട്രേഡ് നോക്കാതെ ഫാമിലി ആയിട്ട് അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ റെക്കമെൻഡേഷൻ. ഓക്കെ, സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇന്നത്തെ മെയിൻ ന്യൂസുകൾ എത്ര മണിക്ക് വരുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കാം. അതിനുശേഷം ഞാൻ പറഞ്ഞു പോകുന്നത് ഇന്ന് ട്രേഡ് എടുക്കാനല്ല, തിങ്കളാഴ്ച ട്രേഡ് എടുക്കുന്നതിൻ്റെ കാര്യങ്ങളായിരിക്കും ഞാൻ പറഞ്ഞു പോകുന്നത്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെന്റൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എന്താ പറയുക, ഇന്ന് ഉച്ചയ്ക്ക് 1:30 മണിക്കാണ്, UK ടൈമിംഗ് 1:30 മണിക്കാണ് നോൺ ഫാം പേറോളിൻ്റെ ന്യൂസ് വരുന്നത്. ഓക്കെ, സോ അത് ഉറപ്പായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ ഫാം പേറോളാണ്. കാരണം കഴിഞ്ഞ 2 വട്ടം ന്യൂസ് വന്നപ്പോഴും വളരെ നെഗറ്റീവായിട്ടാണ് നോൺ ഫാം പേറോൾ വന്നിട്ടുള്ളത്. കഴിഞ്ഞ വട്ടം 73K ആയിരുന്നു ന്യൂസ് വന്നത്. ഈ വട്ടം എന്തായി തീരും എന്നറിയില്ല. സോ നോൺ ഫാം പേറോൾ വന്നപ്പോഴാണ് ആക്ച്വലി കഴിഞ്ഞ വട്ടമൊക്കെ റേഞ്ച് വിട്ട് മാർക്കറ്റ് പോയത്, പല വേറെ റേഞ്ചുകളിലോട്ടൊക്കെ പോകുന്നത് നമ്മൾ കണ്ടതല്ലേ. സോ ബേസിക്കലി ഇന്ന് മാർക്കറ്റ് ഡിസ്കഷൻ, അതായത് ഈ പറയുന്ന ഈ എന്താ പറയുക, നോൺ ഫാം പേറോളിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും എടുത്ത് മാറുക എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ എന്താ പറയുക, മാർക്കറ്റ് എവിടെയെങ്കിലും ഒക്കെ ഓടും. ചിലപ്പം ന്യൂസ് ഇനിയും നെഗറ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 3600 വരെയൊക്കെ പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. സോ ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ടത്. സോ എന്തായാലും നമ്മൾ ടെക്നിക്കൽ സൈഡിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് അടുത്ത ആഴ്ച, അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ബാച്ചായിരിക്കും. ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്ന് വീണ്ടും എടുത്ത് ഓർമ്മിപ്പിച്ചു പോവുകയാണ്. സോ അതേപോലെ തന്നെ എന്താ പറയുക, വേറെ ബ്രോക്കർ നോക്കുന്നുണ്ട്. പല ആൾക്കാരും ഇന്ത്യയിൽ വിഡ്രോവൽസിനൊക്കെ പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്നത് കൊണ്ടിട്ട് തന്നെ ബ്രോക്കേഴ്സ്, നല്ല റിലയബിൾ ആയിട്ടുള്ള ബ്രോക്കേഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ, സോ ഞാൻ യൂസ് ചെയ്യുന്ന ബ്രോക്കർ വന്നിട്ട് സ്റ്റാർ ട്രേഡർ എന്ന് പറയുന്നൊരു ബ്രോക്കറാണ്. സോ ബേസിക്കലി സ്റ്റാർ ട്രേഡറിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റെഗുലേഷൻസും ഉള്ള ബ്രോക്കറാണ്. UK, UAE, ഓസ്ട്രേലിയ, സൗത്ത് ആഫ്രിക്ക, ഈ 4 രാജ്യങ്ങളുടെ റെഗുലേഷൻ്റെ കൂടെ തന്നെ $100,000 വരെ ലോയ്ഡ്സ് ബാങ്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. സോ അതിൻ്റെ കൂടെ ടൈറ്റ് സ്പ്രെഡും 14 ദിവസത്തേക്ക് സ്വാപ്പ് ഫ്രീ അക്കൗണ്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റാർ ട്രേഡറിൽ അക്കൗണ്ട് തുടങ്ങണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഡയറക്റ്റ്ലി മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അതെങ്ങനെ എനിക്ക് തരാൻ പറ്റുന്ന ഓഫേഴ്സിനെ കുറിച്ചും ഞാൻ പറഞ്ഞു തരാം. അത് മാത്രമല്ല അവർ ബോണസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്താലും 20% ബോണസും തരും. അതിൻ്റെ കൂടെ ഫസ്റ്റ് $500 50% ബോണസും അവർ തരുന്നുണ്ട്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് JPY വരാം. JPY ഇപ്പോൾ കറന്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 148.12 എന്ന് പറയുന്ന റേഞ്ചിലാണ്. നമുക്കറിയാം 148ന്റെ അടുത്ത് നമുക്ക് ബൈ ചെയ്യാം എന്നുള്ളൊരു കാര്യം നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. സോ 148ന്റെ അവിടെ നിന്ന് എനിക്കൊരു ചെറിയൊരു ബൈ ഉണ്ടായിരുന്നു, അത് റണ്ണായിക്കൊണ്ടിരിക്കുന്നു. സോ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ വെക്കേണ്ടത് 147.30 ഒക്കെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ടത്. ഓക്കെ, ടേക്ക് പ്രോഫിറ്റ് നമുക്ക് 149ലും വെക്കുകയും ചെയ്യാം. ഓക്കെ, സോ ഇത് എന്താണെങ്കിലും നോൺ ഫാം പേറോളിന് മുന്നേ ആയിട്ട് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഈ ട്രേഡ് എടുത്ത് മാറുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ സെക്കൻഡ് നമുക്ക് നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ, ഇന്ന് ഇപ്പോൾ ഈ ഒരു ടൈമിൽ ട്രേഡ് എടുക്കുന്ന കാര്യമാണ്. നോൺ ഫാം പേറോൾ കഴിഞ്ഞിട്ട് ട്രേഡ് എടുക്കാൻ ആയിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, സോ അതേപോലെ തന്നെ നമുക്ക് യൂറോയിലോട്ട് വരുമ്പം യൂറോ 1.1683 നിൽക്കുന്നു. നേരത്തെ റെസിസ്റ്റൻസ് ആയിരുന്ന പോയിന്റിൻ്റെ മുകളിലായിട്ട് പല അവറിലായിട്ട്, പല മാർക്കറ്റ് ഓപ്പണിങ്ങിലായിട്ട് ക്യാൻഡിൽസ് ഫോം ആയിട്ടുണ്ട്. സോ ഇനി എങ്ങോട്ട് എന്നുള്ളൊരു കാര്യം അറിയില്ല. 1.15 താഴെ റിട്രേസ് ചെയ്ത് കിട്ടി, 1.1600 അവിടെ കിട്ടിയാൽ ബൈ ചെയ്യാം എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. സാർ GBPയിലോട്ട് വരുമ്പോൾ GBP 1.3467 നിൽക്കുന്നു. നമുക്കറിയാം 1.3400 അവിടെ നിന്നാണ് നമുക്ക് ബൈ ഉള്ളത്, പ്രോപ്പറായിട്ടുള്ളൊരു ബൈ. അവിടെ നിന്ന് ബൈ എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുക. ഓക്കെ,
സോ നേരെ നമ്മൾ നമ്മളുടെ ഗോൾഡിലോട്ട് വരുമ്പം 3547 നിൽക്കുന്നു. 3560 എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. സോ വീണ്ടും അത് ആക്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം അറിയില്ല. സോ ഇന്ന് നമുക്ക് യൂറോപ്പ് സെഷൻ ഓപ്പൺ ആയ സമയത്തും 3560 താഴെ ആയതുകൊണ്ടിട്ട് തന്നെ അവിടുന്ന് നമുക്ക് സെല്ലെടുത്ത് മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അടുത്തൊരു ക്യാൻഡിലും സ്റ്റാർട്ട് ചെയ്ത് 3546 ഈ ഒരു ക്യാൻഡിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ. സോ നമുക്കിപ്പോൾ ഇനി എന്ത് ചെയ്യാം എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ടില്ല. ഏകദേശം ഇനി ഒരു 3 മണിക്കൂറിനുള്ളിൽ നമുക്ക് നോൺ ഫാം പേറോൾ വരും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കി മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ബെറ്റർ. നമുക്ക് നോൺ ഫാം പേറോൾ കഴിയുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു ദിശ കിട്ടും. ആ ദിശയിൽ ട്രേഡ് ചെയ്ത് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഉചിതമായിട്ടുള്ളൊരു കാര്യം എന്നുള്ള കാര്യമാണ് എനിക്ക് പേഴ്സണലി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, ചിലപ്പോൾ പണി കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇന്ന് നമുക്ക് എന്താ പറയുക, സൈലൻ്റ് ആയിട്ട് ഇരിക്കാം. ഓണമൊക്കെ അല്ലേ, ഓണമായിട്ട് ഫാമിലി ആയിട്ടൊക്കെ അടിച്ചു പൊളിക്കുക, ഫ്രണ്ട്സുമായിട്ട് അടിച്ചു പൊളിക്കുക. അല്ലാതെ ട്രേഡിലോട്ട് ഇറങ്ങാതിരിക്കുക. വെറുതെ ട്രേഡിലിറങ്ങി വെറുതെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് എന്തിനാണ് അല്ലേ. അതിൻ്റെ കൂടെ നോൺ ഫാം പേറോളുമാണ്. വലിയ വലിയ മൂവ്മെൻറ്റ്സ് ഉണ്ടാവും, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. ഇനി എനിക്ക് ട്രേഡൊന്നും റെക്കമെൻഡേഷൻ ഇല്ല. നമുക്ക് തിങ്കളാഴ്ച ഈ ഒരു റേഞ്ചിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്ത് മുന്നോട്ട് പോകുക. 148 ഓൾറെഡി എൻ്റെ ഒരു ബൈ റണ്ണിങ് ആയതുകൊണ്ടിട്ടാണ് ഞാൻ നേരത്തെ ഇന്നലെ രാത്രി തന്നെ അത് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഞാൻ എന്തായാലും നമ്മളുടെ നോൺ ഫാം പേറോളിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറുകയും ചെയ്യും. ഓക്കെ, അത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഞാൻ ട്രേഡ് എടുത്ത് മാറുകയും ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് വീക്കെൻഡിലോ അല്ലെങ്കിൽ തിങ്കളാഴ്ചത്തെ മാർക്കറ്റ് ഡിസ്കഷനിലോ സംസാരിക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം വേൾഡിൽ പൊളിറ്റിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ബ്രിക്സ് കൂട്ടായ്മക്കെതിരെ എന്തെങ്കിലും എന്താ പറയുക, എതിരെ വരുന്ന ന്യൂസുകൾ, അതേപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബാക്കിൽ നടക്കുന്നുണ്ട്. അതെല്ലാം മനസ്സിൽ വെക്കുക. യൂറോ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 8-ാം തീയതി, അതായത് തിങ്കളാഴ്ച അവിടുത്തെ ഇലക്ഷൻ നടക്കുന്നുണ്ട്. സോ അതെന്തായി തീരും എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടും ഉണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇന്നത്തെ ദിവസം ട്രേഡ് എടുത്ത് പോകാനായിട്ട്. ബെറ്റർ മാറി നിൽക്കുന്നതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ തിങ്കളാഴ്ച കാണുന്നത് വരെ ഗുഡ് ബൈ.